കാട്ടിനകത്ത് ഈ കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ നേരത്തെ പിണങ്ങിയതല്ലേ? കുറച്ച് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. പോയ കോലത്തിലെന്നാ എന്നെ തിരിച്ചു വരുന്നത്. പോവാമോ? കണ്ട കാട്ടിനകത്തൂടെ പോകുമ്പോൾ തോന്നണില്ലേ? ഗ്ലാസിങ് തരുമോ? കുറച്ച് ഷോ കാണിക്കട്ടെ. അമ്പാടി വീണ് പാവം. ഹലോ ഗെയ്സ്, അപ്പോൾ ഇത് നമ്മൾ പേപ്പാറ പോയ വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് ലേറ്റായി വീഡിയോ ഇടാൻ, കാരണം ഹോസ്പിറ്റലിൽ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങ് നടന്നു. അപ്പം പേപ്പർ നമ്മൾ മുമ്പും പോയിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ പൊടിയേക്കാല പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, നന്നായിട്ട് മഴ പെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ നമ്മൾ പേപ്പാറയിലേക്കാണ് പോയത്. നമ്മൾ പൊടിയേക്കാലയിൽ മുമ്പ് പോയപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു. മരങ്ങളെല്ലാം മുറിച്ചിപ്പം മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്, നന്നായിട്ട് വളർന്നു. ഇത്ര പെട്ടെന്ന് വളർന്നോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പാറ ഡാമിനെ കുറിച്ച് വേറൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പേപ്പാറയിൽ. ഫോറസ്റ്റിനകത്ത് നമ്മുടെ ഡാം, അതാണ് അതിൻ്റെ പ്രത്യേകത. വേറെ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ എൻട്രി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഫുള്ള് കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സംസാരിച്ച് കൊള്ളാക്കുന്നില്ല, പറ്റുന്നുള്ളവരൊക്കെ പോയി കാണുക. നമ്മൾ പോയപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. സാധാരണ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും വെള്ളം എടുക്കുന്നതാണ്, അമ്പാടിയും കൂടെ ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ വെള്ളം വാങ്ങിച്ചിട്ടാണ് പോയത്, കാരണം ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എഴുതിയിരിക്കുന്നതും ബട്ടർഫ്ലൈയും ഒക്കെ സൂപ്പറായിരുന്നു. ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാമിൻ്റെ അതുവരെ പോയിട്ട് കണ്ടിട്ടൊക്കെ തിരിച്ചു വരുമായിരുന്നു. ഫോറസ്റ്റിനകത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല നമ്മൾ അമ്പുടൂന് ഓടി നടക്കാൻ, ഫോറസ്റ്റ് ആയതുകൊണ്ട് വേറെ വണ്ടിയൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെന്ന് കയറി ഉടനെ കണ്ടത് മങ്കികളെയാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫീലും തോന്നിയില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഗൈസ്, നമ്മളെ നാട്ടിലുള്ളതുപോലെ ഈ നാട്ടിൽ നിറയെ കുരങ്ങന്മാരുണ്ട് അല്ലേ അമ്പുടു? പിന്നെ നമ്മുടെ ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റിയില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. കാരണം വെള്ളം പൊങ്ങി നിൽക്കുകയാണ്, മഴയൊക്കെ പെയ്തതുകൊണ്ട്. അതുകൊണ്ട് അത് മാത്രം പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ബാഗൊക്കെ തൂക്കിയിരുന്നത്, കാരണം എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ചേട്ടനാണ് എല്ലാം അമ്പാടിയെ നോക്കിയതും ബാഗ് തൂക്കിയതും. ഓൾ ഇൻ ഓൾ ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അമ്പാടി അങ്ങ് വിട്ടുകൊടുത്താൽ അവന് ഭയങ്കര സന്തോഷമാണ്, അവന് കളിക്കാനൊക്കെ. പിന്നെ ഒരു കാര്യം, എൻ്റെ അടുത്തോട്ട് വരില്ല, ചേട്ടൻ്റെ കൂടെ മാത്രമേ അവൻ നിൽക്കൂ. കാരണം ടാറ്റ കൊണ്ടുപോകണ ചേട്ടനില്ല, അതുകൊണ്ട് അതൊക്കെ അവന് നന്നായിട്ട് അറിയാം. വീട്ടിലാണെങ്കിൽ അവൻ എൻ്റെ അടുത്തൊന്നും മാറിയില്ല. പോവാമോട്ടോ അങ്ങോട്ട്? കാട്ടിനകത്ത് ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ടോ? ഇത് കുറച്ച് ഓവറല്ലേ? കുറച്ച് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. കുരങ്ങന്മാർ മാനത്തൂടെ ചാടിക്കളിക്കണേ. അതുകൊണ്ട് ആ ചെറുക്കനെ പിടിച്ചോണ്ട് പോകും. രണ്ടെണ്ണം എടുത്ത്, ചേട്ടന് വേണോ? കണ്ട കാട്ടിനകത്തൂടെ പോകുമ്പോൾ തോന്നണില്ലേ? ഗൈസ്, കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുമ്പം
ഇത്ര വെട്ടമൊന്നുമില്ല കേട്ടോ, നല്ല ഇരുട്ടുണ്ട്. നമ്മൾ കാട്ടിനകത്തൂടെ പോണ ആ ഒരു ഫീൽ കിട്ടും. കാട്ടിനകത്ത് തന്നെയാണ് നമ്മൾ. ഇവിടെ ഒരു അമ്പലമുണ്ട്, കാണിച്ചു തരാം. ഗൈസ് അമ്പടിന് ആള് മാറിപ്പോയി. അമ്പടു ആര് ഇതെന്തൊരു കയ്യിലായുധോ? അമ്പലക്കട, അമ്പലം, കാട്ടിൻ്റെ അകത്തൊരമ്പലം. ശരി. ഗൈസ് ഒരു വെറൈറ്റി ബട്ടർഫ്ലൈ കിട്ടിയില്ല, പക്ഷെ കിട്ടിയില്ല. ഗ്ലാസിങ് തരുമോ? കുറച്ച് ഷോ കാണിക്കട്ടെ. ഷോ കാണിക്കാൻ ഇവിടെ ആരും ഇല്ല. കാട്ടിനകത്ത് എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തു തരാമെന്നും പറഞ്ഞ് പറ്റിച്ചാണ് എന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് മോൻ്റെ കൈയും പിടിച്ച് നടക്കും. കാണിച്ചു. എൻ്റെ കോസ്റ്റ്യൂം വിഷ്ണുചേട്ടൻ്റെ ഷർട്ടാണ്. വിഷ്ണുചേട്ടൻ വാങ്ങിച്ചപ്പം തൊട്ട് എനിക്ക് ഇത് ഇടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇട്ടതാണ്. പക്ഷെ ഇട്ടപ്പോൾ കൊള്ളാം. വിഷ്ണുചേട്ടന് കുട്ടി ഷർട്ടാണ് കേട്ടാ. അപ്പം എനിക്ക് ഓക്കെയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഡാം ഷട്ടർ തുറക്കണേൻ്റെ അവിടെ എത്തി. തുറന്നിട്ടില്ല എന്ന് തോന്നണം. നടന്ന് അവിടെ വരെ എത്തി. നല്ല രസമുണ്ടായിരുന്നു കാട്ടിൽ കൂടെ വരെ. ആ വെള്ളം തുറന്നിട്ടുണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കണം. ബടി എവിടെ പോണ? ബടി വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണ്. ബാ നേരെ ഇഞ്ഞി വാങ്ങി ഇഞ്ഞി ഇതോ കാട്ടി പോണ്. വാടാ മോനെ. നോക്കുകയും അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ട് വെക്കാണ്. മുമ്പ് പേപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് കാടാണ് കണ്ടോ. പേപ്പാറ പവർ സ്റ്റേഷനാണ് ഗൈസ്. നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണ് കേട്ടോ. അമ്പാടി വരണില്ല. അമ്പാടി ഓടിക്കൊണ്ടിരിക്കണം. അവിടെ ഒട്ടും സേഫ് അല്ല നിൽക്കാൻ. അവിടെ കോൺക്രീറ്റ് വെച്ചൊന്നും അല്ല, ഒരു കമ്പി വെച്ചാണ് അപ്പം അവിടെ കെട്ടിയിരിക്കുന്നത്. ബ്രിഡ്ജ് സൈഡ് കെട്ടിയിരിക്കുന്നത്. അപ്പോഴും അവിടെ സേഫ് അല്ല നിൽക്കാൻ. അവനാണെങ്കിൽ അങ്ങോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. അമ്പാടി വിളിച്ചറിയില്ല. അമ്പാടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഗൈസ് അവിടെ ഇരിക്കാൻ സമ്മതിക്കണില്ല. അവൻ വരുന്നില്ല. അമ്പാടിയും ചേട്ടനും ഭയങ്കര ബഹളം. അടി കൂടിയിട്ട് ഇതാ സെറ്റായി ഒരുമിച്ച് നടക്കുകയാണ്. സ്റ്റൈലിനെ പറ്റിയൊന്നും പറയുന്നുണ്ട്. കുട്ടി ഒട്ടും പറഞ്ഞ കേൾക്കണില്ല. ഞാൻ പറഞ്ഞ് നമ്മൾ ഇതൊരു അമ്പാടിയെ തനിച്ചാക്കിയിട്ട് നമ്മൾ ഇതുവരെ ഒരു യാത്രയും ചെയ്തില്ല. എപ്പോഴും നമ്മൾ മൂന്നുപേരുമാണ്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞ അമ്പാടിയെ വീട്ടിൽ അമ്മേരെ കൊടുത്തിട്ട് നമുക്ക് പോവാം. അമ്പാടിയെ കൊണ്ടിറങ്ങി. അമ്പാടിയെ നോക്കേണ്ട ഉത്തരവാദിത്തം അപ്പം ഇതിനല്ലേ. നോക്ക് കൊച്ചിതോ അവിടെ നിൽപ്പുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട്
നമ്മൾ പോവുകയാണ്. വയ്യ, തളർന്നു. ഒരുപാട് നടന്നപ്പോൾ ഭയങ്കര ക്ഷീണം. കുറേ നാളായി നടന്നിട്ടൊക്കെ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പറ്റില്ല. നമ്മൾ അമ്പുടു വെള്ളമൊക്കെ കുടിച്ച് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി. നോ എൻട്രി, ഇവിടെ ക്ലോസ്ഡ് ആണ്. ഈ ബ്രിഡ്ജ് നമുക്ക് കടക്കാൻ പറ്റില്ല. ഗൈസ്, ഇത് ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് തോന്നുന്നത്. AC ഒക്കെ ഉണ്ട്. തിരിച്ചു പോകണം. അമ്പടുത്ത ദിശ മാറിപ്പോയിട്ട് വരുന്നു. നല്ല തളർന്നു. നമ്മൾ ഒരു തേരി കയറിയാണെന്ന് പോയ കോലത്തിലെന്ന് തന്നെ തിരിച്ചു വരുന്നു. കാരണം അത്രയ്ക്ക് നടക്കാണ്ടായിരുന്നു. നമ്മൾ വന്ന കയറി ഹള്ളി പിടിച്ച് കയറിയിരിക്കുന്നു പോസ്റ്റിൽ. എടാ നമ്മൾ പോണേ, നീ അവിടെ നിന്നോ. അമ്പാടി വീണ് പാവം. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ വന്നാലും അവിടെയൊക്കെ ഇരിക്കുള്ളായിരുന്നു. ആ ഡാമിൻ്റെ ആ സൈഡിലോട്ട്. ഇങ്ങോട്ട് കാട്ടിൽ കൂടെ നടന്നു പോയൊന്നും കാണൂലായിരുന്നു. ഇന്നാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാളെ നടന്നിട്ടൊക്കെ. അപ്പോൾ നടന്നപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ബ്രീത്തിങ് എടുക്കാൻ ഭയങ്കര പ്രോബ്ലമായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഒത്തിരി ലേറ്റായി. അങ്ങനെ നമുക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഒരു കടയിൽ കയറി നമ്മൾ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ. വേണോ അത്?